2025 നീറ്റ് ആസ്പിരൻസ് മെയ് 4 എന്ന നമ്മുടെ എക്സാം ഡേറ്റ് ഇങ്ങ് അടുത്ത് എത്തിക്കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോട്ടണിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 ടോപ്പിക്സ് ആണ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല. ഇതുപോലെ സുവോളജിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 ടോപ്പിക്സ് നമ്മൾ വേറൊരു വീഡിയോയിൽ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആ സുവോളജിയുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കണ്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് ആ വീഡിയോസ് കാണുക, ടോപ്പിക്സ് കണ്ട് മനസ്സിലാക്കുക. ഇനി കൂടുതൽ തപ്പി നിങ്ങളുടെ സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 സെലക്ടഡ് ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബോട്ടണിയിൽ ഈസ്റ്റിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ ഫ്ലോറൽ ഫോർമുല, പിന്നെ നമ്മുടെ ഫ്ലോറൽ പാർട്സിന്റെ പൊസിഷൻ, അത് ഫാമിലീസ് റിഗാർഡ് ചെയ്തിട്ട് തന്നെ ഫാമിലീസുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോർഫോളജി എന്ന ചാപ്റ്ററിലെ എല്ലാ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് മോഡിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. റൂട്ട് മോഡിഫിക്കേഷൻ ഉണ്ട്, സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ ലീഫ് മോഡിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ ഒന്ന് പ്രത്യേകം നോക്കുക. ഇത് നെക്സ്റ്റ് ടോപ്പിക് ആണ്. യെസ്, ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ഈ ഗ്രൂപ്പുകളുടെ എല്ലാം ജനറൽ ഫീച്ചേഴ്സ് വിട്ടു പോകാതെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, ഈ ഗ്രൂപ്പുകളുടെ ഫീച്ചേഴ്സ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പിന്നെ നമ്മുടെ റൂട്ട്, സ്റ്റെം, ലീഫ്, അനാറ്റമി നോക്കിക്കൊള്ളുക. മൈക്കോപ്ലാസ്മയെ കുറിച്ച് പഠിച്ചോളുക. പിന്നെ നമ്മൾ സെല്ലിന്റെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ന്യൂക്ലിയസ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ക്രോമസോംസ് നോട്ട് ചെയ്യുക. അതുപോലെ റൈബോസോം മാത്രമല്ല എല്ലാ സെൽ ഓർഗനിലും നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ നോക്കുക. പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു സ്പെഷ്യൽ റിഗാർഡ് കൊടുക്കേണ്ടത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ. മറ്റ് സെൽ ഓർഗനൽസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്ന സെൽ ഓർഗനൽസ് ആണ് ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയയും. ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. അടുത്തത് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. ഓക്കെ, നമ്മുടെ +2 ലാസ്റ്റ് യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കൺസർവേഷൻ പാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇനി പോളിനേഷനിൽ പോളിനേറ്റിംഗ് ഏജൻസ്, അതായത് ബയോട്ടിക്, അബയോട്ടിക് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് തന്നെ ചെയ്തിട്ട് തന്നെ മാറിപ്പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് അല്ലേ, നോട്ട് ചെയ്തോളുക. ഏജ് പിരമിഡ്സ് ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇനി ഗ്രോത്ത് കർവ്സ്, പിന്നെ ഡീകമ്പോസിഷൻ, ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, പിന്നെ ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് കൺസർവേഷൻ. ആ ചാപ്റ്ററിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടെങ്കിലും അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് കൺസർവേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിൽ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്, അതും പഠിച്ചോളുക. പിന്നെ വൈറോയിഡ്സ്, പ്രയോൺസ്, ഏതെങ്കിലും ഒന്നിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസിന്റെ PS1 ആൻഡ് PS2 ഫോട്ടോ സിസ്റ്റം അല്ലെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വരില്ല, ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക, അല്ലെങ്കിൽ രണ്ടിൽ നിന്നും കമ്പയർ ചെയ്യുന്ന രീതിയിലോ അങ്ങനെ എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി പഠിച്ചോളുക. പിന്നെ നമ്മുടെ ബയോടെക്നോളജി യൂണിറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് യൂണിറ്റിൽ നിന്ന് എല്ലാ എക്സാമ്പിൾസും നമുക്ക് ഒന്നും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് എടുത്തു പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ എക്സാമിനും അതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ടാണ് ചോദിക്കാറ്. സോ ആ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസും നിങ്ങൾ നോട്ട് ചെയ്തോളുക. പിന്നെ ഗമീറ്റോജനസിസ്, ആനിമൽസിന്റെ, ഹ്യൂമൻസിന്റെ ഗമീറ്റോജനസിസ് അല്ല, ഇത് ബോട്ടണി പാർട്ടാണ്. ഹ്യൂമൻസിന്റെ സ്പെർമാറ്റോജനസിസും ഊജനസിസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ യെസ്, മൈക്രോസ്പോറോജനസിസും മെഗാസ്പോറോജനസിസും ഇമ്പോർട്ടൻ്റ് ആണ്. ഗമീറ്റോജനസിസ് നോക്കിക്കൊള്ളുക. PCR, RDNA ടെക്നോളജി, അതുപോലെ വെക്ടേഴ്സ്, ജെൽ ഇലക്ട്രോഫോറസിസ്, BT കോട്ടൺ ഇമ്പോർട്ടൻ്റ് ആണ്. RNA ഇന്റർഫറൻസ്, ജീൻ തെറാപ്പി, ഇതുപോലെയുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ്, പിന്നെ പ്രൊഡക്ടിവിറ്റി, ഇക്കോളജിക്കൽ പിരമിഡ്സ്, പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ, കുറേ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഓരോ ടൈപ്പിൻ്റെയും വിത്ത് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റില്ല ഏത് എക്സാമ്പിൾ ആണ് ചോദിക്കുക എന്ന്. അതുകൊണ്ട് മ്യൂച്വലിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രഡേഷൻ ആയിക്കോട്ടെ, പാരസൈറ്റിസം ആയിക്കോട്ടെ, അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എക്സാമ്പിളും പഠിക്കുക. പുറമേ നിന്നുള്ള എക്സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, തന്നിരിക്കുന്ന സിനാരിയോ അനുസരിച്ച് ആൻസർ ചെയ്യാനുള്ള ആ ഒരു
ആ ഒരു ലെവലിലുള്ള കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റിയാണ് നിങ്ങൾ ഈ ടോപ്പിക്കിൽ വരുത്തേണ്ടത്. നെക്സ്റ്റ് വൺ അഡാപ്റ്റേഷൻസ് അല്ലെ, പല ഹാബിറ്റാറ്റിലുള്ള അഡാപ്റ്റേഷൻസ് നമുക്ക് നോക്കാനുണ്ട്, അത് നോക്കിക്കൊള്ളുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മുടെ സെൽ സൈക്കിൾ ആണ്. അതിൽ മൈറ്റോസിസും മിയോസിസും, അതിൽ മിയോസിസിന്റെ പ്രോഫേസ് 1ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം. അടുത്ത എന്ന് പറയുന്നത് ഇന്റർഫേസ് റിഗാർഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് C3 and C4 സൈക്കിൾ ഏതാണ് വരിക എന്ന് പറയാൻ പറ്റത്തില്ല. ക്രാൻസ് അനാറ്റമി നല്ലപോലെ ഒന്ന് ഫോക്കസ് ചെയ്തോളുക. ഗ്ലൈക്കോലൈസിസ്, ക്രെബ്സ് സൈക്കിൾ, ETC. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ കോംപ്ലക്സസ് ഒക്കെ സ്പെഷ്യൽ ആയിട്ട് തന്നെ നിങ്ങൾ നോക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ടോപ്പിക് ആണ് കെമി ഓസ്മോട്ടിക് കപ്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെ, നമ്മുടെ പ്ലാന്റ് ഹോർമോൺസ്, അവരുടെ ഫംഗ്ഷൻ ആണ് പ്രത്യേകമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വൺ RQ വാല്യൂ, അതായത് റെസ്പിറേറ്ററി കോഷ്യന്റ് അല്ലെ, ആ വാല്യൂ, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവെച്ചിരിക്കുന്ന 50 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ 50 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും, NCERT +1 +2 പഠിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കുകൾക്ക് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ, ഓൾറെഡി നിങ്ങൾ +1 +2 പഠിച്ചിട്ടുണ്ട്, അപ്പം നിങ്ങൾ ഇനി ഇതിനോടൊപ്പം +1 +2നോടൊപ്പം ഒക്കെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഈ ഒരു 50 ടോപ്പിക്സ് ആണ്. ഇനി റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു 50 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പ്ലസ് മുൻപത്തെ വീഡിയോയിൽ സുവോളജിയിൽ തന്നിരിക്കുന്ന 70 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഈ ഒരു ടോപ്പിക്കുകൾക്ക് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം മറ്റു ടോപ്പിക്സിലേക്ക് പോവുക. ആൻഡ് തിയറി പഠിച്ചുകൊണ്ടിരിക്കാണ്ട് ഭയങ്കര ഒപ്പം തന്നെ നിങ്ങൾ PYQസും മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യണം. സോ കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട ടൈം കളയുന്നില്ല, എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.